വേറെ എവിടെയും കിട്ടുമോ ഈ റേറ്റ്? ഇല്ല, ഇതെന്തായാലും കിട്ടും. ഞാൻ 2 കട കയറി ഇറങ്ങിയതാ. ഇപ്പൊ എനിക്ക് പണിക്ക് ആവശ്യമായിട്ട് പോണതാ. ഇത് എടുക്കും. വേറെ ചേട്ടൻ നോക്കിയാണെങ്കിൽ എത്ര റേറ്റ് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ പറയില്ല, കാരണം അവർക്ക് മോശമായിരുന്നില്ല. അതിന് വെച്ച് നല്ല പോലെ ഇവിടെ കുറവുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ അപ്പുറത്തെ കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് 1800 കുറച്ച് ഈ മിഷൻ കിട്ടിയാലും അവർ പറഞ്ഞ കാര്യം താൻ തരുവാ. ലാസ്റ്റ് ഈ മിഷൻ 1800 പറഞ്ഞ മിഷൻ എത്ര രൂപ കൊടുക്കും? നിങ്ങൾ അന്വേഷിച്ച് വരും, എന്നിട്ട് ഇവിടുത്തെ എന്റെ പൈസ ഞാൻ പറയാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് 6 മന്ത് വാറണ്ടി കത്തിപ്പോയാലും മാറ്റി തരും. ഈ മിഷൻ നിങ്ങൾ വിളിക്കുക. ഇത്രയും പ്രൊഫഷണൽ ലുക്കുള്ള ഈ ഒരു മിഷന് വെറും 2000 രൂപയുള്ളൂ. ഇത് അങ്ങനെ കത്തി പോകത്തില്ല. ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഈ മിഷൻ എന്ന് പറഞ്ഞാൽ വെറും 2000 രൂപ. 3000 രൂപ. 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണൽ വെൽഡിംഗ് മിഷൻ വേണോ? സൈസ് കൂടുന്നതിന് വിലയാണ് കൂടുന്നത്. ഇത് വിലയൊന്നും കൂടുതലില്ല. കസ്റ്റമർ കൂടിയാൽ 4000 രൂപയുടെ തടി മുടിക്കുന്ന മിഷനാണ്. ചെയിൻസോ ചെറിയ 6mm ഡ്രില്ല്, സ്ക്രൂ ഡ്രൈവർ ഡ്രില്ല്, അതേപോലെ തന്നെ ഒരു ആംഗിൾ കട്ടർ. ഈ 3 സാധനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു കമന്റ് ഇടുക, നമ്മുടെ വീഡിയോ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമ്മുടെ കാർ വാഷർ എന്നാ വിലക്ക് കൊടുക്കാം ലാസ്റ്റ്? നമുക്ക് 3500 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 3500 രൂപ. അപ്പൊ ഈ മിഷൻ ഞാൻ ചോദിക്കട്ടെ, ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി ഉപയോഗിക്കാം? ഇത് ഡെയിലി ഉപയോഗിക്കാം. വിത്ത് വെട്ടിക്കാവാം, പ്ലംബിംഗ് വയറിംഗ് ചെയ്യുന്നവർക്ക് എല്ലാം ഉപയോഗിക്കാം. ഉറപ്പാണ്. പാർട്സ് കിട്ടിയില്ലെങ്കിൽ റിട്ടേൺ കൊണ്ടിട്ട് വേറെ എടുത്തോണ്ട് പോകാം. അതായത് അവർ പറയുന്നത് വെച്ചാൽ ബ്രാൻഡാണ് ഈ മിഷൻ അനങ്ങത്തില്ലെന്നാ പറയുന്നത്. നമ്മൾ ഓണായി കഴിഞ്ഞാൽ നോക്കാം. കൊള്ളാലോ സാധനം. എത്ര വില? എത്ര ഇതിന്റെ? അതാണോ ആദ്യം ചോദിക്കുന്നത്? 1600 രൂപയ്ക്ക് എന്തിനോട് കുറയുക? JCBയുടെ കമ്പനിയുടെ ടൈൽ കട്ടർ. പടമൊക്കെ ഉണ്ട് കേട്ടോ JCBയുടെ. കണ്ടാ? ഓ അടിപൊളി. നോക്കിയതേ, വാറണ്ടി ഒരു വെറുതെ പറയുമല്ല, വാറണ്ടി കാർഡ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ 3 ഭാഗ്യശാലികൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന നമ്മുടെ വെൽഡിംഗ് മെഷീനുകളുടെ ചാകരയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3000 രൂപ മുതൽ 9000 രൂപ വരെയുള്ള വെൽഡിംഗ് മെഷീനുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോട്ടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പവനായിയുടെ പെട്ടിയായിട്ട് തോന്നും ഇത്. പക്ഷേ ഇത് പവനായിയുടെ പെട്ടിയാണോ? അല്ല, ഇതിന് മലപ്പുറം കത്തി അമ്പും ബില്ലൊന്നും ഇല്ല. അപ്പൊ പിടിച്ചു ഇന്നാ പിടി നല്ല. അപ്പൊ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ധൈര്യത്തെ നമ്മുടെ നിഷാദ് ബ്രോ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു മിഷൻ കൊണ്ട് ഉപയോഗിക്കാൻ. 1500 രൂപ, വെറും 1500 അല്ലേ? ഇങ്ങനെ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല. എനിക്ക് പ്രൂഫ് വേണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നു പറഞ്ഞാലൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ മിക്കവാറും ഷോപ്പുകൾക്ക് നമ്മളുടെ ഷോപ്പിൽ നിന്നാണ് സപ്ലൈ പോണത് ഹോൾസെയിൽ വില. എന്ത് ടൂൾസുകൾ ആണോ? ഉറപ്പാണോ? അങ്ങനെ ഒന്ന് കാണിച്ചിട്ടുള്ളല്ലോ കാര്യം. അങ്ങനെ ഇവരുടെ കടയിൽ നിന്നാണ് പോകണമെന്ന് അറിയണം. നമുക്കൊന്ന് കാണണമല്ലോ ഹോൾസെയിൽ വിലക്ക്. കാണി നോക്കട്ടെ. ഇത് നമ്മുടെ മറ്റേ കട്ടറല്ലേ? ഇത് നോർമലി എന്ത് വില വരുന്നുണ്ട്? എനിക്കൊന്നൊരു 900 രൂപ ഈ ഒരു കട്ടറിന്. 799 രൂപയ്ക്ക്. എത്രയാ? 799 രൂപയ്ക്ക്. 799 രൂപയ്ക്ക് ഈ കട്ടറാ? ഇത് വർക്ക് ചെയ്യുവോ? ഒന്ന് കാണിച്ചു തന്നാ. വർക്ക് ചെയ്യാത്ത കട്ടറാണ് 700. എത്ര കൊടുക്കുക? 799 രൂപ. നമ്മുടെ വീഡിയോ കാണുന്നവർക്കല്ലേ? അല്ലാതെ എത്ര രൂപ കൊടുത്തോണ്ടിരിക്കുന്നത്? അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ റേറ്റ് തന്നെ 900 രൂപയ്ക്ക്. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാടുള്ള ടൂൾ ലാൻഡിലാണ്. അതായത് കേരളത്തിലേക്ക് മിക്ക കടകളിലേക്കും ഹോൾസെയിൽ വിലക്ക് ടൂൾസ് കൊടുക്കുന്ന നമ്മുടെ ടൂൾ ലാൻഡിലാണ് നിൽക്കുന്നത്. ഇത് ഇത് കൊള്ളാലോ, കാണാൻ അടിപൊളിയാണല്ലോ. നിങ്ങൾക്ക് ഒരു 1000 രൂപ. ഇത് എത്രയാണ് സാറിന് വിൽക്കുന്നത്? നമ്മൾ 1200. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എത്ര രൂപ? 1000 രൂപയ്ക്ക് കൊടുക്കും ഈ മിഷൻ. ഇതൊന്ന് ഓണാവുന്നുണ്ടോ നോക്കണമല്ലോ. എല്ലാ മിഷനും നമുക്കൊന്ന് ഓണാവുന്നുണ്ടോ നോക്കിയാലല്ലേ ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. അടിപൊളി, നോക്കിക്കേ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നവർ മിക്കവരും ഡെയിലി ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതുള്ള സാധനമൊക്കെ വെച്ചാൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. അതായത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെറിയ ചെറിയ ആവശ്യം ഉപയോഗിക്കാനുള്ള മിഷനില്ലേ? അപ്പം ഡെയിലി ഉപയോഗിക്കാനാണ് നമുക്ക് എത്ര രൂപയുള്ള മിഷൻ മേടിപ്പിക്കും. അപ്പൊ ഈ മിഷൻ 1500 രൂപ ഇട്ട് ഉള്ളതാണ്. ഇത് നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്, അത് കൂലിപ്പണിക്കാർക്ക് ഉപയോഗിക്കാം. ഈ സാധനം ഉറപ്പാണ്. കൂടെ ഒരു 300 രൂപയും കൂടി ചേർത്തി പറഞ്ഞാൽ ഇതിനേക്കാൾ ബെസ്റ്റ് മെഷീൻ നമ്മളിപ്പോ കാണിച്ചു തരാം. എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. പക്ഷെ ഇത് എല്ലായിടത്തും കൊടുക്കുന്ന വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ പാലക്കാട് എവിടെ ഈ വിലക്ക് മെഷീൻ കിട്ടത്തില്ലെന്നല്ലേ പറഞ്ഞത്? അന്വേഷിച്ചോളി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ അപ്പുറത്തെ കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് 1800 കുറച്ച് ഈ മെഷീൻ കിട്ടിയാലും അവര് പറഞ്ഞ കാര്യം താത്തി തരുവാ? ലാസ്റ്റ് ഈ മെഷീൻ 1800 പറഞ്ഞ മെഷീൻ എത്ര രൂപ കൊടുക്കും? നിങ്ങൾ അന്വേഷിച്ച് വരും, എന്നിട്ട് ഇവിടുത്തെ എന്റെ പൈസ ഞാൻ പറഞ്ഞുതരാം. അതായത് എവിടെ കുറഞ്ഞതിനെക്കാട്ടി വില കുറച്ച് കൊടുക്കും. ഉറപ്പാണ്. അപ്പൊ ഈ മിഷൻ ഞാൻ ചോദിക്കട്ടെ, ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി ഉപയോഗിക്കാം? ഇത് ഡെയിലി ഉപയോഗിക്കാം. വിത്ത് വെട്ടിക്കാവാം, പ്ലംബിംഗ് വയറിംഗ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. ഉറപ്പാണ്. ഓക്കെ, അപ്പം ഇനിയും ഇച്ചിരി കൂടെ അവർക്ക് കൂടുതൽ നാൾ നീണ്ടു നിൽക്കണം എന്നുള്ള മിഷൻ വേണം. ഏത് കൊടുക്കും? ഹിറ്റാച്ചിന്റെയോ? ഹൈക്കോക്കി എന്നാണ് പേര്. ഹിറ്റാച്ചി ബ്രാൻഡാണ്. എവിടെ വേണം അന്വേഷിക്കാം. എന്നാ വിലക്ക് കൊടുക്കും? ഇത് നിങ്ങൾക്ക് വന്നിട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് വന്ന് 3000 രൂപ, 3200 ആണ്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് 2800 കൊടുക്കാം. 2800 രൂപയ്ക്ക്, അതും ബ്രാൻഡ്
വാറണ്ടി എത്ര നാൾ നിൽക്കും ഈ മെഷീൻ? ഒരു ഊഹം വെച്ച് ഡെയിലി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാൻ 2 കൊല്ലം 3 കൊല്ലം നിൽക്കും. നമ്മൾ വാറണ്ടി എന്ന് പറയില്ല, വാറണ്ടിയിൽ പഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് വാറണ്ടി എന്ന് വെറുതെ പറയുമല്ല, വാറണ്ടി കാർഡ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പൊ ഇതിന്റെ സൗണ്ട് ഒന്ന് നമുക്കൊന്ന് കേൾപ്പിച്ചു കൊടുത്താലാ. അതായത് മറ്റുള്ള കുറഞ്ഞ മെഷീനിൽ നിന്ന് ഈ മെഷീനിലുള്ള സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകും, നമുക്ക് നോക്കാം. ആ ഒരു വ്യത്യാസം കേട്ടോ സൗണ്ട്, അതാണ് ബ്രാൻഡ് എന്നും ബ്രാൻഡ് തന്നെയാണ്. അതേപോലെ ആ സൗണ്ടിലുള്ള ഒരു വ്യത്യാസം കേട്ടോ. അതുപോലെ വൈബ്രേഷൻ എന്നൊരു സാധനം ഇല്ല. അതായത് അവർ പറയുന്ന വെച്ചാൽ ബ്രാൻഡാണ്, ഈ മെഷീൻ അനങ്ങത്തില്ലെന്നാ പറയുന്നത്. നമ്മൾ ഓണായി കഴിഞ്ഞാൽ നോക്കാം, ഇതൊക്കെ ഓടി വന്നാൽ ഓടി താഴെ ഇത് ഓടിക്കുക, മെഷീൻ അനങ്ങുന്നില്ല. അതാണ് ബ്രാൻഡ്. ബോഷ് ഉണ്ട്. ഇതാണ് ബോഷിന്റെ മെഷീൻ. ഇത് ഹെവി മെഷീനാ. ഹെവി മെഷീൻ. ഇതിനെക്കാട്ടി കുറഞ്ഞുണ്ടോ? ഇതിനേക്കാൾ കുറഞ്ഞത് ഈ മെഷീൻ. ഇത് എത്രയും കൊടുക്കാം ലാസ്റ്റ്? ഇത് വന്ന് നമുക്ക് ലാസ്റ്റ് വില പറയണം, കയറ്റി വെക്കല്ലേ. 2100 കൊടുക്കാം. 2100 രൂപ കൊടുക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് 6 മന്ത് വാറണ്ടി. കത്തിപ്പോയാലും മാറ്റി തരും. കമ്പനി എന്താ പറയണോ അത് നമ്മൾ കസ്റ്റമറിനെ പറയും. അത്രേ ഉള്ളൂ. അപ്പൊ കമ്പനി എന്താ പറഞ്ഞിരിക്കുന്നത്? കത്തിപ്പോയാലും വാറണ്ടി ക്ലെയിം ആക്കാം. അതായത് ഈ മെഷീൻ എന്ത് സംഭവിച്ചാലും 6 മാസത്തിനിടെ എന്ത് സംഭവിച്ചാലും ഇവർ മാറ്റി തരും. 6 മാസം നിങ്ങൾ നല്ല പട്ടിയെ പോലെ പണിയെടുപ്പിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മിഷന്റെ പവർ എന്ന് മാത്രമാണ്. അത് നമ്മളെല്ലാരും കേട്ടുള്ള സാധനമാണ്. ഇവര് ടൂൾസിന്റെ മെയിൻ രാജാക്കന്മാരാണ് അല്ലെ, സ്റ്റാൻലി എന്നുള്ളത്. ഇത് മിഷൻ ആയതെങ്കിൽ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് എടുത്ത് കാണിക്കാതെ എന്തുപോലെ വരുന്നുണ്ട് ലാസ്റ്റ്. ഇത് നമുക്ക് വന്നിട്ട് 3500 നിങ്ങൾ വീഡിയോ കണ്ടു. സാധാ എത്ര രൂപ കൊടുക്കുന്നത്? സാധാ 3800. 3800. എല്ലാം 300 അല്ല 500 രൂപ വരെ ഡിസ്കൗണ്ടിലാണ് നമ്മൾ പറഞ്ഞിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പം 3500 കൊറിയർ ചെയ്ത് കൊടുക്കുക. എവിടെ വേണേലും കൊറിയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ കൊറിയർ ചെയ്ത് കൊടുക്കാം ഉറപ്പായിട്ടും. ചൈന ഐറ്റം ആണെങ്കിൽ ഇപ്പൊ നമ്മളുടെ കയ്യില് അത്ര ഫോക്കസ് ഇല്ല. കാരണം വന്ന് ഇപ്പൊ നമ്മള് ഇവിടുത്തെ ചെക്ക് ചെയ്ത് കൊടുക്കും, അവിടെ പോയും പിന്നെ അവര് നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ്. റേറ്റ് കമ്മിയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കി ചെക്ക് ചെയ്ത് മേടിച്ചിട്ട് പോയി. ബ്രാൻഡ് ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, അവിടെ വേണമെങ്കിൽ കൊറിയർ അയക്കാം. അടുത്ത എല്ലാവരും ചോദിക്കുന്ന ഒരു മിഷനാണ് നമ്മുടെ ഒരു ആംഗിൾ കട്ടർ. അടിപൊളി. നോക്കിക്കേ, ഈ ഒരു മിഷൻ എത്രയിന് കൊടുക്കാം ലാസ്റ്റ്? നിങ്ങൾ കൊടുക്കുന്ന വില പറ ആദ്യം. ഇതിവിടെ 1800 സെയിൽ. 1800 എത്രയും കൊടുക്കാം ലാസ്റ്റ്? 1500 1500 രൂപയ്ക്ക് കൊടുക്കാം ഈ മെഷീൻ. അതായത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ നമ്മുടെ ആംഗിൾ കട്ടറും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു സാധനം നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമോ? ഡെയിലി ഒരു പ്രശ്നമില്ല, കത്തിപ്പോത്തില്ല, ഉറപ്പാണ്. അപ്പൊ ഈ ടൈല് പണിക്കാർക്കും ആശാരിമാർക്കൊക്കെ ഡെയിലി ഉപയോഗിക്കാം. ടൈല് പണിക്കാർക്ക് അതിന്റെ ഈ ഒരു മോഡൽ വന്നു, ഇച്ചിരി പവർ ആയിട്ടുള്ള. ഇത് നമ്മുടെ ആശാരിമാർക്ക് മെയിൻ. ഇത് നമ്മളെ ആശാരിമാർക്ക് ബിൽഡിംഗ് യൂസ് ചെയ്യുന്നില്ല, അവർക്കൊക്കെ ഇത് കൊടുക്കാം. 1500 രൂപ വരുന്നുള്ളൂ. വാറണ്ടി ഉണ്ടോ? വാറണ്ടി സർവീസ് എത്ര ആള്? 6 മന്ത് കൊടുക്കാം. ഓക്കെ, കണ്ടല്ലോ ഈ ഒരു മെഷീൻ. അടുത്തത് ടൈല് പണിക്കാർക്കുള്ള ഇച്ചിരി പവർ ആയിട്ടുള്ള മെഷീൻ. എന്ത് വില വരുന്നത്? അതെ 1500 നമുക്ക് 1500 രൂപ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇച്ചിരി ഒരു ലോഡ് കൂടുതലാന്ന് തോന്നുന്നു. ലോഡ് കൂടുതലാണ്, പിന്നെ ഇതിലും വില കമ്മി ഉണ്ട്. അത് നമ്മൾ എടുക്കുന്നില്ല. എടുത്ത് പെട്ട് പ്രശ്നമായതാ, അതുകൊണ്ട് ഒഴിവാക്കി. അപ്പൊ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ധൈര്യത്തെ നമ്മുടെ നിഷാദ് ബ്രോ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു മെഷീൻ കൊണ്ട് ഉപയോഗിക്കാൻ. 1500 രൂപ, വെറും 1500 രൂപ അല്ലേ? നിസ്സാര പൈസക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1200 രൂപ ഉള്ളൂ. കുറച്ച് 300 രൂപ അധികമാക്കി പറഞ്ഞാൽ കുറച്ച് നന്നായിട്ട് യൂസ് ചെയ്യാം. ഈ മെഷീൻ ഓപ്പൺ ചെയ്ത് കാണിക്കണം അല്ലെ? അവര് കണ്ടു മേടിക്കണം അല്ലെ? അത്രേ ഉള്ളു. വെയിറ്റും കാര്യങ്ങളും എല്ലാം ബെസ്റ്റ് ആണ്. നോക്കിയേ, പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മെഷീൻ. ഇത് എന്താ പ്രത്യേകത? എന്താ ഇത് 5 ഇഞ്ചാ. 5 ഇഞ്ച്. ഇവിടുത്തെ ആർമച്ചർ ഫീൽഡിന്റെ വലിപ്പം കൂടും. ഇത് എന്ത് വിലയാണ് ലാസ്റ്റ്? 2000 രൂപയ്ക്ക് കൊടുക്കാം. 2000 രൂപയ്ക്ക് ഈ മെഷീനാ? ഈ മെഷീൻ നിങ്ങൾ നോക്കിക്കേ, ഇത്രയും പ്രൊഫഷണൽ ലുക്കുള്ള ഈ ഒരു മെഷീന് വെറും 2000 രൂപയുള്ളൂ. വാറണ്ടി ഉണ്ടോ? സർവീസ് വാറണ്ടി എത്ര ആള്? 6 മാസം സർവീസ് വാറണ്ടി. കത്തിപ്പോയാൽ എന്ത് ചെയ്യും? കത്തിപ്പോയാലും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. പകുതി പൈസ തന്നാൽ മതി. കത്തിപ്പോയാലാ? എന്റെ പൊന്നെ, ഇതെന്താണ് ഇത്? വീഡിയോ ഓണായി തുടങ്ങിയതോട്ട് പുള്ളി ഓഫർ ഇങ്ങനെ പെരുമഴ ആയിക്കൊണ്ടിരിക്കുകയാണ്. കത്തി പോയി കഴിഞ്ഞാൽ ഓഫർ ഇല്ല, അതിന്റെ ഉള്ള കാര്യങ്ങൾ പറയാം. ഉള്ള കാര്യം പറഞ്ഞിരിക്കത്തുള്ളൂ. ഓക്കെ, ഇതങ്ങനെ കത്തി പോകത്തില്ല. ഓണ പറഞ്ഞു വെക്കണമെന്നില്ല. ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ വെറും 2000 രൂപ. അടുത്ത മെഷീൻ മാള് JCBന്റെ ബ്രാൻഡാണ്. എനിക്ക് ആ ബോക്സിന്റെ കളർ കണ്ടപ്പോ ഏകദേശം മനസ്സിലായി. നമ്മളെ JCBന്റെ JCBയുടെ ടൈൽ കട്ടർ അതൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ. JCBയുടെ കമ്പനിയുടെ ടൈൽ കട്ടർ പടമൊക്കെ ഉണ്ട് കേട്ടോ. JCBയുടെ കണ്ടാ? അടിപൊളി. നോക്കിയതേ, കറക്റ്റ് ആ ഒരു മഞ്ഞ ഫിനിഷിൽ JCBയുടെ അതേ സംഭവം. എന്ത് വില? ഇത് നമുക്ക് വന്നിട്ട് 2600 രൂപയ്ക്ക് മിഷനാ. ഈ ബ്രാൻഡ് മിഷനാ. എത്ര നാള് വാറണ്ടി? 6 മന്ത് വാറണ്ടി ഉള്ള മിഷൻ. അതേ ഇതില് 5 ഇഞ്ചിന്റെ അതെന്ത് വില? അതും എടുക്കണമെന്നില്ല, സെയിം റേറ്റ്.
ഇത് എത്ര ഇഞ്ചാ? ഇത് 4 ഇഞ്ച്. 4 ഇഞ്ചിനും 5 ഇഞ്ചിനും സെയിം റേറ്റോ? അടിപൊളി. ഇവിടെ സാധാരണ ഇച്ചിരി വില ഇത് കൂടുമ്പോഴത്തേക്ക് വിലയാണ് കൂടുന്നത്. ഇവിടെ വിലയൊന്നും കൂടുന്നില്ലല്ലോ. സൈസ് കൂടുന്നതിന് വിലയാണ് കൂടുന്നത്. ഇത് വിലയൊന്നും കൂടുന്നില്ല. വില കൂടണ്ട, കസ്റ്റമർ കൂടിയാൽ മതി. അപ്പൊ സെയിം വിലക്ക് തന്നെ രണ്ട് മെഷീനും. അപ്പൊ എന്താ ഈ ഓറഞ്ച് വെട്ടിയാട്ടൊക്കെ പരിപാടി? തുറന്നു നോക്കിക്കോളൂ, നമുക്ക് മനസ്സിലാവും. ആഹാ, ഇത് നമ്മുടെ പവർ ഡ്രില്ല്. ആ, കൊള്ളാലോ സാധനം. എത്ര വില? എത്ര ഇതിന്റെ? അതാണല്ലോ ആദ്യം ചോദിക്കുന്നത്. 1600 രൂപയ്ക്ക്. എന്തിനോട് കുറയുവാ? നിങ്ങളുടെ പ്രൈസ് 1600 തന്നു കൊടുത്തിരിക്കും. വീഡിയോ കണ്ട് വന്നവർക്ക് 1600 കൊടുത്തിരിക്കും. 1600 കൊടുത്തിരിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് നമ്മുടെ പണിക്കാർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും? ഇത് പണിക്കാർക്ക് ഡെയിലിയും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മള് വീട്ട് ആവശ്യങ്ങൾക്കൊക്കെ, അതായത് വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിപ്പോ ഇപ്പൊ എല്ലാരും ആണി അടി മാറ്റിയല്ലോ, അതായത് ആണി അടിച്ചുള്ള പ്രയോഗം മാറ്റിയല്ലോ. അപ്പം നമുക്കൊരു ചെറിയ ഹോൾ അടിച്ചൊരു ഫിഷറൊക്കെ കയറ്റണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു പവനായിയുടെ പെട്ടിയായിട്ട് തോന്നും ഇത്. പക്ഷെ ഇത് പവനായിയുടെ പെട്ടിയാണോ? അല്ല, ഇതിന് മലപ്പുറം കത്തി അമ്പും വില്ലൊന്നും ഇല്ല. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ കൂലിപ്പണിക്കാർക്ക് വേണ്ടിയുള്ള സാധനമാണ് അല്ലെ? ഓക്കെ, നമുക്കപ്പോ കാണിച്ചു കൊടുക്കാം. അപ്പൊ പിടിച്ചോ, ഇന്നാ പിടി. നല്ല സാധനം പിടിക്കും അല്ലെ? ഡോങ് ചങ്ങിന്റെ കിഡിലെ സാധനം. വില 3800 രൂപയ്ക്ക്. വാറന്റി ഉണ്ടോ? 6 മന്ത് വാറന്റി ഉണ്ട്. പിന്നെ സർവീസ് വാറന്റി. അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ പോയാലും പാർട്സ് കിട്ടും. പാർട്സ് കിട്ടിയില്ലെങ്കിൽ റിട്ടേൺ കൊണ്ടുവന്ന് തന്നോളി. കൊണ്ടിട്ട് വേറെ എടുത്തോണ്ട് പോകാം, അതോ വേറെ കൊടുക്കുക? റിട്ടേൺ കൊണ്ടുവന്ന് തന്നോളി. പാർട്സ് എന്താന്ന് കാണിച്ചു തരാം. ഓക്കെ, പിടി. ഇതാണ് നമ്മുടെ ഐറ്റം. AK-47 പോലിരിക്കുന്ന സാധനം. ഓക്കെ, ഇത് 3 ഓപ്ഷൻ. അതായത് നമുക്ക് ഡ്രില്ലിങ്, ഷിപ്പിംഗ്, ഹാമറിംഗ് 3 ഓപ്ഷൻ. ഓക്കെ, ഇതിന്റെ വില 4000 രൂപയ്ക്ക്. ലാസ്റ്റ് ആണോ? ലാസ്റ്റ് റേറ്റ് 4000 രൂപയ്ക്ക് കൊടുക്കാം. കാണിക്കാനാണെങ്കിൽ ഇതേ മേളോട്ട് നോക്കിയാൽ നിരത്തി പിടിച്ച് വെച്ചിരിക്കുകയാണ്, ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെ. അത് എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ ഉണ്ട് ഇവിടെ? 1600 തൊട്ട് 13,000 രൂപ വരെ ഡ്രില്ലർ ഇവിടെ അവൈലബിൾ ആണ്. എല്ലായിടത്തും കാണിച്ചു. ഇന്നത്തെ ഒരു വീഡിയോ 2 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം ഉണ്ട് കയ്യിൽ. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വിളിക്കാം, സംസാരിക്കാം, മേടിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ ഇവിടെ ഒരു ടൂൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഇത് എത്ര ലാസ്റ്റ് കൊടുക്കാൻ വെച്ചിരുന്ന? 8 രൂപയ്ക്ക് കൊടുക്കാം. 8000 രൂപയ്ക്ക്. ലാസ്റ്റ് എത്രയാണ് വന്നത്? എനിക്ക് 7,800 പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് കൂടെ പറഞ്ഞപ്പോ ഒരു 7,600 എനിക്ക് തരാന്ന് പറഞ്ഞു. വേറെ പ്രസന്റ് ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഫോളോവർ കൂടിയാണ്. അതിവിടുന്ന് കണ്ട് യാദൃശികമായിട്ടാണ് ഇത് സംഗതികളെല്ലാം നടപ്പിലായത്. ഓക്കെ, അപ്പൊ 7,600 സാധനം കിട്ടി. വേറെ എവിടെയും കിട്ടുമോ ഈ റേറ്റ്? ഇല്ല, ഇതെന്തായാലും കിട്ടി. ഞാൻ 2 കട കയറി ഇറങ്ങിയതാ. ഇപ്പൊ എനിക്ക് പണിക്ക് ആവശ്യമായിട്ട് പോണതാ. ഇത് ഞാൻ എടുക്കുക. അതെ, കണ്ട കടയിലൊക്കെ വേറെ ചേട്ടൻ നോക്കിയ കടയിലൊക്കെ എത്ര റേറ്റ് പറഞ്ഞ? അതിന് റേറ്റ് ഞാൻ പറയില്ല, കാരണം അവർക്ക് മോശമായിരുന്നില്ല. അതിന് വെച്ച് നല്ല പോലെ ഇവിടെ കുറവുണ്ട്. റേറ്റ് ഞാൻ പറയുന്നില്ല. എനിക്കും അവിടെ ബന്ധങ്ങളുണ്ട്. പക്ഷെ അതിന് വെച്ച് നല്ല ബിലോട്ടാണ് ഇദ്ദേഹം തന്നിരിക്കുന്നത്. കേട്ടല്ലോ, വിശ്വാസം അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മുടെ കാർ വാഷർ എന്നാ വിലക്ക് കൊടുക്കാം ലാസ്റ്റ്? ഇത് നമുക്ക് 3500 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 3500 രൂപയ്ക്ക് കൊടുക്കാം ഈ സാധനം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് എണ്ണം ഇരിപ്പുണ്ട്. നമ്മുടെ ഈ ഒരു ഐറ്റം, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഐറ്റം. സെയിം ഒരേപോലെ തന്നെ കാണാം അല്ലേ? കാണാൻ ഒരേപോലെ. ഇതിൽ അലുമിനിയം കോയിൽ, ഇതിൽ കോപ്പർ. അപ്പൊ ഇതിന് ഇച്ചിരി വില കാണുമല്ലോ. ഇത് വന്നിട്ട് നമുക്ക് 5,500 ലാസ്റ്റ് ചെയ്യാം. 5,500 ലാസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് മേടിക്കാം, അലൂമിനിയം ആണെങ്കിലും മേടിക്കാം. പക്ഷെ അധികം നേരം പ്രസ് ചെയ്ത് പിടിക്കരുത്. ജസ്റ്റ് പ്രസ് ചെയ്യുക, കുറച്ച് കഴിഞ്ഞ് റിലീസ് ചെയ്യുക. നമ്മള് വീട്ടിൽ യൂസ്, കാറ് ബൈക്ക് യൂസ് ചെയ്യാൻ ഓക്കെ. എല്ലാരും പെയിന്റർമാരും കൊണ്ടുപോകും ചുമര് കഴുകാനൊക്കെ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം. പക്ഷെ നമ്മുടെ പണി നടക്കത്തില്ല. പണി നടക്കൂല. അപ്പൊ മറ്റേ 1/2 മണിക്കൂറാണ് പറഞ്ഞാൽ ഇതിൽ 2 മണിക്കൂർ യൂസ്. അതെ, ഇത് വണ്ടി കഴുകാൻ നിസാര പൈസക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന പ്രഷർ വാഷറാണ്. അപ്പൊ അതെ, വെൽഡിംഗ് മെഷീനുകളുടെ ചാകരയാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 എണ്ണം അല്ലേ? 5 തരത്തിലുള്ള 5 തരത്തിൽ വാറന്റി ഉള്ളതും വാറന്റി ഇല്ലാത്തതും അല്ലെ? അപ്പൊ നമുക്ക് ഇതേം തുടങ്ങാം. എത്ര രൂപ അല്ല ഫസ്റ്റ്? ഇത് വന്ന് നമുക്ക് പവർ ഇത് 250 വോട്ട്. ഇതിന്റെ 200 വോൾട്ട് ഇപ്പൊ നമ്മളിൽ സ്റ്റോക്ക് ഇല്ല. ചെന്നൈയിലെ പ്രശ്നങ്ങളായിട്ട് സ്റ്റോക്ക് ഇല്ല. 3000 രൂപ സ്റ്റാർട്ടിങ്. 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണൽ വെൽഡിംഗ് മെഷീൻ വേണോ? വേണമെങ്കിൽ നമ്മുടെ ടൂളാൻഡിനെ വിളിക്കുക അല്ലേ? വെറും 3000 രൂപയ്ക്ക് കൊടുക്കാം. പക്ഷെ വാറന്റി കാണും. അപ്പൊ നമുക്കൊരു വീട്ടില് മേടിച്ചൊരു സാധാരണ ഒരു ചെറിയ വർക്കുകൾ ബെസ്റ്റ്. അറിയാവുന്നവർക്ക് ഒരു വെൽഡ് ചെയ്ത് പഠിക്കാനൊക്കെ ഉപയോഗിക്കും. ചെറിയ കോഴിക്കോടും പട്ടിക്കൂടും ഒക്കെ അടിക്കാനാണ്. ഓക്കെ, അടുത്ത പ്രൊഫഷണൽ വർക്കിനാണ് പറഞ്ഞാൽ ഇത് 2 എണ്ണം കൊണ്ട് മാറ്റി. രണ്ടും സെയിം പവർ ആണ്. 250 വോൾട്ട്സ് 250 വോൾട്ട്സ്. പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ വർക്ക്, റെഗുലർ യൂസ്, ഹെവി യൂസ് ആണ് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ളത് സ്റ്റാർട്ടിങ് എത്ര രൂപ? ഇത് വന്ന് നമുക്ക് ഇവിടെ കൊടുക്കണത് വന്ന് 6,500 6,800 ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇത് 1 ഇയർ വാറന്റിയോടെ 6,200 രൂപയ്ക്ക് നമുക്ക് സേവ് ചെയ്യാം. 6,200 രൂപയ്ക്ക് കൊടുക്കാം. എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കുമല്ലോ. കൊടുക്കാം. ഓക്കെ, അടുത്തത്
ഇത് വന്ന് 250 വോൾട്ട് ഹെവി ഡ്യൂട്ടിയാ. ഇത് നിങ്ങൾക്ക് കൊടുക്കുന്നത് വന്നിട്ട് 9200 ആ റേഞ്ച് വരുന്നു. 9200 രൂപ. നമുക്ക് 9000 രൂപ ഫൈനലായിട്ട് 9000 കൊടുക്കാം. ഓക്കെ, എവിടെ വെള്ളം തിരക്കിട്ട് വരാമല്ലോ. എവിടെ വെള്ളം തിരക്കിട്ട് വന്നിട്ട് ഇവിടെ റേറ്റ് ആ റേറ്റിന് എടുത്ത് കൊടുക്കുമല്ലോ. അതാണ് ഇവർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ വരണ്ട, ആദ്യം വേറെ എവിടെ വെള്ളം തിരക്കിയിട്ട് ഇവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ട് നമ്മുടെ കടയ്ക്ക് വന്നാൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് വന്നിട്ട് ഈ സെയിം ടോസ് വേൾഡ് ആണ്. രണ്ട് സെയിം കമ്പനിയാണ്. ടോസ് വേൾഡ് ആണ്, ഇതും ടോസ് വേൾഡ് ആണ്. ഇത് 250 ആംസ് ആണ്, ഇത് 250 ആംസ്. വില വന്ന് വ്യത്യാസം. അതെന്താ വ്യത്യാസം വരാൻ കാരണം? ഇമ്പോർട്ട് ചെയ്യണ സാധനം, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് വില വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് നമുക്ക് വന്നിട്ട് 8000 രൂപയ്ക്ക് 8000 രൂപയ്ക്ക്. ഇത് വന്ന് 9000. ഇതാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ മാനുഫാക്ചറിങ് ആണ്. ഇത് ഇമ്പോർട്ട് ആണ്. അപ്പൊ ഇമ്പോർട്ടിന് വില കുറവാണ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിന് റേറ്റ് കൂടുതലാണ്. എത്ര രൂപ തൊട്ടുണ്ട്? 3000 രൂപ മുതൽ 9000 രൂപ വരെയുള്ള വെൽഡിംഗ് മെഷീനുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളത്തേക്കല്ല, നീണ്ട കാലം നിൽക്കണം. നല്ല സാധനം വാങ്ങി ഉപയോഗിക്കാം. 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ, ആയിരിക്കുന്ന എല്ലാം നമ്മുടെ ചെയിൻസോയും കാര്യങ്ങളൊക്കെയാണ് കാണാമല്ലോ, നിങ്ങൾക്ക് അടുത്തടുത്ത് കാണാമല്ലോ. അപ്പൊ നമുക്ക് വില മാത്രം പറയുക. എത്ര രൂപ? 4000 രൂപ തടി മുറിക്കുന്ന മെഷീനാണ്. ചെയിൻസോ പെട്രോളിൽ ഓയിൽ മിക്സ് ആക്കാതെ അടിച്ചു പറഞ്ഞാൽ ചീസായി പോകും. അതുകൊണ്ട് ഇതിന് വാറണ്ടി വരത്തില്ല. അപ്പൊ എന്തോ ഒഴിക്കുന്നത്? ഇപ്പൊ എന്ത് പെട്രോളിൽ നമ്മൾ ഓയിൽ മിക്സ് ആക്കണം. നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻ നമ്മുടെ എക്സൽ യൂസ് ചെയ്യണ പോലെ ഉപയോഗിക്കാം. അപ്പൊ സർവീസ് സെന്റർ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പലരും വിശ്വസിക്കും സർവീസ് സെന്റർ കാണിക്കുന്നത് കാണിച്ചു തരാം, നോക്കിക്കേ നിലത്ത് കിടക്കുന്ന നോക്കി. ഇതൊക്കെ നമ്മൾ സർവീസ് ചെയ്താണല്ലേ? ഇതൊക്കെ നമ്മൾ മാറ്റി കൊടുത്താ അത് എടുത്ത് കാണിച്ചു കൊടുത്തവർക്ക്. ഇതൊക്കെ കണ്ടത് ഇതൊക്കെ ആർമേച്ചർ ആണ്. ഇതൊക്കെ ആർമേച്ചറുകൾ. ഈ സാധനമൊക്കെ ഇതൊക്കെ ഇവര് മാറ്റി ഇതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നത് അല്ലെ? അത് മാത്രമല്ല, ഇവിടെ ഇഷ്ടം പോലെ മെഷീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ സർവീസിന് വന്നിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ 3 ഭാഗ്യശാലികൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന നമ്മുടെ ചെറിയ 6mm ഡ്രില്ല്, സ്ക്രൂ ഡ്രൈവർ ഡ്രില്ല്, അതേപോലെ തന്നെ ഒരു ആംഗിൾ കട്ടർ. ഈ 3 സാധനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. നമ്മളങ്ങനെ വെറും വാക്ക് പറയാറില്ല, കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. കൃത്യം 1 മാസം കഴിയുമ്പോൾ നമ്മൾ വിജയശാലികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് 3 പാവപ്പെട്ട, അതായത് 3 ജോലി ചെയ്യുന്ന നമ്മുടെ കൂലിപ്പണിക്കാർക്ക് അവരുടെ ഡെയിലി വരുമാനത്തിന് അല്ലേ, അവരുടെ ഒരു നിസ്സാര തുക വാടക കൊടുക്കേണ്ട കാര്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു മിഷൻ ഞങ്ങളങ്ങ് തരുവാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യം മറക്കണ്ട, നല്ലൊരു കമന്റ് ഇടുക, നമ്മുടെ വീഡിയോ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം അല്ലെ? ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ പാലക്കാടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലക്കാടുള്ള നമ്മുടെ ടൂൾ ലാൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൂള് വേണമെങ്കിലും നമ്മുടെ ടൂൾ ഹാൻഡിൽ വിളിക്കുവാണെങ്കിൽ നല്ല കമ്മി റേറ്റിന്, അല്ല നിങ്ങളുടെ ഭാഷ അതല്ലേ, കമ്മി റേറ്റിന് നമ്മുടെ നിഷാദ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ടൂൾ ഹാൻഡിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഓൾ കേരള കൊറിയറും ഉണ്ട് അല്ലേ, കൊറിയറും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഉപകരിച്ചാൽ മാക്സിമം നമ്മുടെ എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇത് വേണ്ടേ? അതെ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.